മക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖമായിട്ട് ഇരിക്കുവാണ്. ഞാൻ രാവിലെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് എണ്ണീറ്റത്. പക്ഷെ അതിനുള്ള സമയമൊന്നും കിട്ടില്ല. രാവിലത്തെ അങ്കക്കുറിയൊക്കെ കാരണം 10 മണി തൊട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആദ്യം നന്ദപ്പനെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. കാരണം നന്ദപ്പനെ കൊണ്ടുവിട്ടിട്ട് വേണം, എനിക്ക് കുറേ പരിപാടികൾ ഇന്നുണ്ട്. അപ്പോൾ അവളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ രാവിലെ അംഗനവാടി വിട്ടു. ഇപ്പം 3-4 ദിവസമായതുള്ളൂ അവൾ അംഗനവാടി പോകാൻ തുടങ്ങിയിട്ട്. അതിൻ്റേതായിട്ടുള്ള കരച്ചിലും ബഹളവും എന്തൊക്കെയാണ് അവൾ കാട്ടിക്കൂട്ടുന്നത് രാവിലെ. എന്നോടാണെങ്കിൽ ഈ ദിവസം പറയുവാണേ, അമ്മു എന്നെ പിരിഞ്ഞു, അമ്മുവിനെ ഞാൻ പിരിയുവാണ്, അമ്മു എന്നെ വിട്ടു പോയി. ഈ 11 മണിയാകുമ്പോൾ കൊണ്ടുവിട്ടിട്ട് 2:30 ആകുമ്പോൾ ഞാൻ വിളിക്കാൻ പോകും. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം എന്നെ കാണാതിരിക്കുന്നു അവൾ. അതുകൊണ്ട് ഞാൻ അവളെ പിരിഞ്ഞു, ഞാൻ അവളെ വിട്ടേച്ചു പോയി, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കരച്ചിലും പിടിച്ചിലും പരാതികളൊക്കെയാണ് ഞാൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്ത് എന്നാൽ നമുക്ക് ചാരിമൂട് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തപ്പോഴാണ് ഈ ചേച്ചിയുടെ പേര് മേരി എന്നാണ്. നമ്മുടെ ഇവിടെ അടുത്തല്ല, ചേച്ചിയുടെ വീട് അങ്ങ് പരുമലയിൽ നിന്നാണ്. അവിടുന്ന് പുഴയിൽ നിന്നാണ് ഈ ചേച്ചി ഈ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഭയങ്കര ലാഭത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 1 കിലോ മീന് 200 രൂപയ്ക്ക് എനിക്കൊരു 15-20 എണ്ണത്തോളം കൊടുക്കുന്നുണ്ട്. അത്രയും ലാഭത്തോടാണ് കൊടുക്കുന്നത്. ഞാനാണെങ്കിൽ 100 രൂപയ്ക്കാണ് മേടിച്ച് 6-7 എണ്ണം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ കെൻസയിലും പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അന്ന് ആക്റ്റീവ് ഉള്ള സമയത്ത് ഞാനും അമ്മയും രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങും. നമ്മൾ കുറേ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നാരങ്ങ വെള്ളം കുടിക്കും. ഇങ്ങനെ എപ്പോഴും എല്ലായിടവും പോകുമ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചിരിക്കും. വീട്ടിൽ നിന്ന് ജോലിയെല്ലാം ഒതുക്കിയിട്ട് എന്തെങ്കിലും പരിപാടി കാണുമല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുക, വീട്ടിൽ വരിക, പിന്നെ ഞാനും സോനുവേ ഉള്ളൂ ഇവിടെ. അതിപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള കലാപരിപാടി, ഫുഡ് വെപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആ മീനെല്ലാം നേരെ ഇവിടെ വന്നു, ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് കായംകുളം പോകണമായിരുന്നു, ബാങ്കിൽ പോകണമായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ഇവർക്ക് ഈ ബാങ്കിൽ എന്താ പരിപാടി എന്നല്ലേ. ബാങ്കിൽ പല പരിപാടി, ഇവിടെ CDM എല്ലായിടവും ഇല്ല. അപ്പോൾ എന്തെങ്കിലും പൈസ ഇടണമെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി എഴുതേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇടാമല്ലോ. കാരണം ഗൂഗിൾ പേ ഒക്കെ നമ്മളിപ്പോൾ അറിയാവുന്നവരോടൊക്കെ ഒന്ന് ചെയ്യുമോ എന്ന് നിൽക്കുമ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ടാവും. ചില സാഹചര്യത്തിൽ നമ്മൾ ചെയ്യിപ്പിക്കുവേ എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് പറയാൻ എനിക്കൊരു മടി. അപ്പം ഞാൻ അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോകാമെന്ന് ഓർത്ത്. പിന്നാണ് നട്ടപ്പുറ വെയിൽ, എന്തൊരു വെയിലാണെന്നറിയാം കായംകുളത്ത്. ഞാനാണെങ്കിൽ മൊത്തവും വെയിൽ കൊണ്ട് ഒന്നാമതേ ടാൻ അടിച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എന്നും വെയിലുണ്ട്. മഴയാന്ന് പറയുമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലത്തെ മഴയുടെ ആയതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ വെള്ളപ്പൊക്കം പോലെ ഇങ്ങനെ കിടക്കുന്നു. കുറച്ചൊക്കെ വെള്ളപ്പൊക്കം, വലിയ വെള്ളപ്പൊക്കമൊന്നും അല്ലേ. പിന്നെ എല്ലാവർക്കും എന്താ വിശേഷം? നിങ്ങളൊക്കെ എന്താ കമൻറ്റ് ഇടാത്തത്? ഞാൻ കമൻറ്റ് ഞാൻ ആര് കമൻറ്റ് ഇട്ടാലും അപ്പം കമൻറ്റ് വായിച്ച് റിപ്ലൈ കൊടുക്കും. നമ്മൾ ഈ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര ആകാംക്ഷയല്ലേ. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത്, എനിക്ക് ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാരൊക്കെ എന്നെ മനസ്സിലാകാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ചിലവർ വന്നൊക്കെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ നിങ്ങൾ എന്നെ ഇത്രയെങ്കിലും ഒരു ആൾക്കാരിൽ എത്തിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. പിന്നാണെങ്കിൽ ഞാൻ അവിടുന്ന് ഞാനിവിടെ ബഷീർക്കയുടെ കടയിലോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഗോൾഡ് ഉണ്ടായിരുന്നു, അതങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ അത് കൊടുത്തു മാറി മേടിച്ച് പിന്നെ ഞാൻ ബഷീർക്ക, നമ്മുടെ ഫേമസ് ആണ് നമ്മുടെ കായംകുളത്തെ MSM കോളേജിൻ്റെ ഓപ്പോസിറ്റ്, ഒരു 12 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് 2 മണിയാകുമ്പോൾ ഇവിടുത്തെ ബിരിയാണി തീരും കേട്ടോ. ഇവിടുത്തെ പറയാം അടിപൊളി ബീഫ് ബിരിയാണിയാണ്. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇവർ ബിരിയാണി സെർവ് ചെയ്യുന്നത്. കറക്റ്റ് ഞാൻ 2 പേർക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു ബിരിയാണി. ഇവിടെ ബീഫിന് വിലക്കുറവാണ്, അതാണ് എന്നെ ഒന്നുകൂടെ അതിശയിപ്പിച്ചത്. ചിക്കനാണ് സാധാരണ നമ്മുടെ ഇടങ്ങളിൽ വിലക്കുറവ് വരുന്നത്, ബീഫിന് എന്തായാലും വില കൂടുതലാണ് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചിക്കന് 160-ഉം ബീഫിന് 140-ഉമാണ്. ഞാനിങ്ങനെ ഞെട്ടിപ്പോയോ, 140 രൂപയുള്ളൂ എന്ന്. കാരണം ഇവിടങ്ങളിൽ 180, 160 മേളിലോട്ടാണ് ബീഫ് ബിരിയാണിക്ക്. അപ്പോൾ ഇതെനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ബഷീർക്കയുടെ കടയിൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ പോലും ആഹാരം നമ്മൾക്ക് കൊടുക്കും. അതാണ് ബഷീർക്ക. പൈസ ഇല്ല എന്നോർത്ത് നമുക്കിപ്പോൾ ഒന്ന് ആഹാരം വേണം, ഇല്ല വിശപ്പൊക്കെ എന്ന് പറഞ്ഞാൽ, ഈ അച്ഛനെന്ന് പറഞ്ഞാൽ ഭിക്ഷയൊക്കെ എടുക്കുന്ന ഒരു അച്ഛനാണ്. അവിടെ വന്ന് നിന്നപ്പോഴേ പുള്ളിക്കാരന് മനസ്സിലായി ഇതുപോലെ ആഹാരത്തിന് വേണ്ടി. അച്ഛൻ വന്നിട്ടൊന്നും മിണ്ടിയില്ല കേട്ടോ. ആഹാരം വേണമെന്നും വേണ്ടാന്നും ഒന്നും പറഞ്ഞില്ല. പുള്ളി അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അതും ആ പുള്ളിക്ക് കൊടുത്തതുപോലും കുറച്ചൊന്നും അല്ല കേട്ടോ. അവർക്കും 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും പീസും അതെല്ലാം കൊടുത്ത്. പിന്നെ ഞാൻ വന്ന്
എപ്പോൾ പോയാലും കായംകുളത്തോണ്ട് ഈ ഇക്കയുടെ കടയിൽ നിന്നാണ് ഞാൻ പച്ചക്കറി മേടിക്കാറുള്ളത്. ഇവിടെ നിന്ന് ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ നല്ല വീട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ മരം മുറിക്കുന്നത്, എനിക്ക് ഓരോ മരം മുറിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിലോട്ടൊക്കെ വീണാലോ, അതുകൊണ്ടൊക്കെ മുറിച്ച് കളയും. കാറ്റും മഴയൊക്കെ അല്ലേ. പിന്നെ ഞാൻ നന്ദുവിനെ പോയി വിളിക്കാൻ പോയി. കാരണം ഞാൻ ചെന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും നേരം എന്നെ പിരിഞ്ഞിരുന്നല്ലേ അവൾ, എത്ര നേരം കാണാതിരുന്ന്, എന്തൊരു കരച്ചിലായിരുന്നു. 10 മിനിറ്റ് ഇടയ്ക്ക് ടീച്ചർ വിളിച്ചിരിക്കും എന്നോട് കാര്യം പറയാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.